അസ്സലാമു അലൈക്കും. അപ്പോൾ രണ്ടാമത്തെ നോമ്പ് കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈസിയും ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ ചട്ടിപ്പത്തിരി ആട്ടോ, ചീസി ചട്ടിപ്പത്തിരി. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചിക്കനൊന്ന് മാഗ്നേഷൻ ചെയ്ത് മാറ്റി വെച്ച്, പിന്നെ നമുക്ക് വേണ്ടി കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയായിട്ട് ഇതിനാവശ്യമായിട്ട് എടുക്കുന്നത് ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ല രീതിക്കൊന്ന് അടിച്ച് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ പാനിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മൾ പച്ചക്കറികൾ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ആ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതിനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും ചിക്കൻ മസാലയാണ്. ഈ 2 പൊടികൾ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് പാകത്തിന് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിൽ മുളക് പൊടിയൊക്കെ ഇട്ട് മാഗ്നേഷൻ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ 2 പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് വഴറ്റിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്താക്കിയിട്ട് നമുക്ക് നമ്മളുടെ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ ടോപ്പ് ലെയറിലേക്ക് നമ്മൾ കുറച്ചുകൂടെ മാവ് ഒഴിക്കുന്നു. വീണ്ടും കുറച്ചും കൂടെ ലെയർ നമ്മൾ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനൊരു ചീസ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് തിരിച്ച് മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ ഈസി ആയിട്ടുള്ള ചീസി ചട്ടിപ്പത്തിരി റെഡിയായി കഴിഞ്ഞു. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഗോതമ്പ് പൊടിയാണെന്ന് പറയില്ല കേട്ടോ. നമ്മുടെ മൈദാ മാവിലൊക്കെയാണ് സാധാ ഇത് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഗോതമ്പ് മാവിലാണ്. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഞെക്കുമ്പോൾ തന്നെ ഇത് കാണാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.